ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് വെച്ചിട്ട് ഒരു രഹസ്യമായ ഒരു ബാലറ്റ് ബേസ് സർവേ നടത്തി എങ്ങനെടുക്കും? ഇയാൾക്കിടെ 0 മാർക്ക് താഴെയായിരിക്കും, 0 താഴെയായിരിക്കും. പക്ഷെ ഭയം കൊണ്ടാരും ഇത് പറയില്ല, ആരും പറയില്ല. 86 കഴിഞ്ഞപ്പോൾ MBR പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ എന്തായി? ഇവൻ്റെ ശുക്ർ ഉദിച്ചു. ആ ശുക്ർ ഉദിച്ചോടെ ഈ മാതിരി സകല പിന്നെ നമ്മുടെ തെമ്മാടികളെയും ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ടിരിക്കുന്ന തസ്തികകളിലേക്ക് ഇയാൾ കൊണ്ടുവരികയും അങ്ങനെ ഇയാളുടേതായിരിക്കുന്ന ഒരു വലിയ അധോലോക സാമ്രാജ്യം ഇയാൾ നിർമ്മിക്കുകയാണ് ചെയ്തത് ശരിക്കും. അതുകൊണ്ട് ഇയാളൊന്നും ഒരിക്കലും എന്തല്ല ഒരു നേതാവല്ല, ഒരിക്കലും ഒരു നേതാവൊന്നുമല്ല. അത് നന്നായി കഴിയുകയും ഇന്ന് വരെ ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവർ കണ്ടിട്ടുണ്ട്. അയാൾ എവിടെയെങ്കിലും കണ്ടില്ല? നിങ്ങൾ എപ്പോൾ താഴോട്ടല്ലേ നോക്കൂ? ഇത് തന്നെ കള്ള ലക്ഷണമല്ലേ? നിങ്ങളൊരു പാർട്ടി ലീഡർ എന്ന്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനത്തിനെ ഫേസ് ചെയ്യുന്നവരല്ലേ? ഈ ജനത്തിനെ ഫേസ് ചെയ്യാതെ എപ്പോഴും തന്നെ തല താഴോട്ടാക്കിലും ഈ കൂമനെ പോലെ തല താഴോട്ടാക്കി നിൽക്കുക, അതിനെന്തായാലും കാവട്യമാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? പറഞ്ഞതിന് നേരെ വിരുദ്ധമായി ചെയ്യാം. നിങ്ങൾ പുറത്ത് കാണുന്ന പിണറായി വിജയൻ, ഈ മിസ്റ്റർ വിജയൻ പറയുന്നത് എന്താണോ അതിന് നേരെ എതിരായ സാധനം മാത്രമേ അയാൾ ചെയ്യുള്ളൂ.